അതുവരെ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുവാണേ. ഈ ബാക്കിയുള്ള സാധനങ്ങളിട്ട് വഴറ്റ്. മുമ്പേ നമ്മൾ കാണിച്ച സാധനങ്ങൾ വഴറ്റാനായിട്ടാണ്. നമുക്കത് തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇട്ടു, നമ്മുടെ സബോള ഇട്ടു, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. നമുക്ക് ചെറുതായിട്ട് ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറാവട്ടെ. നമ്മുടെ ഐറ്റം എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിടാം. ഇതിലേക്ക് പൊടികൾ, ആവശ്യമായ പൊടികളിടാം. നമ്മളിത് ഇതിലേക്ക് മസാലപ്പൊടി ഇടുവാണ്. ഇത് നമ്മുടെ എല്ലാ സ്പൈസും ചേർത്ത് പൊടിച്ച മസാലപ്പൊടിയാണ്. 1 സ്പൂൺ ഇട്ടു. പിന്നെ നമ്മളിത് മഞ്ഞൾപ്പൊടി ഇടുവാണ്, മല്ലിപ്പൊടി. പിന്നെ നമ്മളിത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ കുറച്ച് പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടില്ലായിരുന്നേ, കുറച്ച് പച്ചമുളക് ഇടുക. നമ്മൾ ഇതിനകത്ത് പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഗ്രീൻ ചില്ലിയാണ് ഉള്ളി. സിമ്പിളാണ്. 1 അവർ കൊണ്ട് നമുക്ക് ബിരിയാണി വെക്കാൻ പറ്റും. ഇനി നമ്മുടെ ചിക്കൻ കഴുകി വെച്ച ചിക്കൻ ഇടുവാണ്. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ ചിക്കൻ ഇട്ട് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. ഇനി ഈ ചിക്കൻ ഇവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് അരിക്കുള്ള പരിപാടി നോക്കാം. ഇനി നമുക്ക് അരി റെഡിയാക്കാം. ചിക്കൻ ഒരു പകുതി വേവായി. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാൻ പോവാം. നമ്മൾ പുതിനയില, മല്ലിയില, തേങ്ങാക്കൊത്ത്, ക്യാഷു ഇതെല്ലാം കൂടെ ഇട്ട് അരച്ച അരപ്പ് അങ്ങോട്ട് ചേർക്കാൻ പോവാം. ഇതാണ് പച്ച കളറിലെ അരപ്പ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി ഈ ചാറൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ആ പച്ച ചൊവയൊന്ന് മാറാൻ വേണ്ടി ഈ ചാറൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി ആവും. തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. കർണാടക ദം ബിരിയാണി. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. നമ്മൾ അരി ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യും ചേർക്കും. കുറച്ച് നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നമ്മൾ നെയ്യ് ചേർക്കാൻ പോവാണ്. നമ്മളിതേ നെയ്യ് ചേർക്കുന്നു. നാരങ്ങയുടെ നീര് ചേർക്കാൻ പോകുന്നു. അരി ചെറിയ ജീരകശാല അരിയാണ്. ഇതിനെ നമ്മൾ വേവിച്ചിട്ട് നമ്മൾ ദം ചെയ്യുന്നത്. വേവിച്ചിട്ട് കാണിക്കും. നമ്മുടെ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് കറക്റ്റ് പച്ച കളറാണ്. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. നല്ല പച്ച കളറാണ്. വേറെ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മുടെ മല്ലിയിലയും പുതിനയിലയും തേങ്ങാക്കൊത്ത്, ക്യാഷു ഇത്രയും മാത്രം അരച്ച പേസ്റ്റാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പം ഇത് കുറച്ചും കൂടെ വെള്ളം പറ്റി നന്നായിട്ട് ഒരു വരണ്ട് ഗ്രേവി പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ മേലെ അരിയിട്ട് ദം ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ്റെ അകത്തേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുവാണ്. നമ്മൾ ദം ചെയ്യാൻ വേണ്ടി ചോറിട്ട് കൊടുക്കുക. ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കും. പിന്നെ നമ്മുടെ ഒരു കൂട്ടുണ്ട്, അതൊഴിക്കും. അപ്പം നമുക്ക് ഈസി ആയിട്ട് ബിരിയാണിയായി. 1 അവർ കൊണ്ട് ബിരിയാണിയായി. കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാലിൻ്റെ അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിക്കുക, ഒരു കളർ കിട്ടാൻ വേണ്ടി. അത് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് ഫുള്ളിട്ടു, നെയ്യ് മേലെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടിയും തേങ്ങാപ്പാലും കൂടെ കലക്കിയത് മേലെ ഒഴിച്ചിട്ടുണ്ട്, ശകലം കളർ കിട്ടാൻ വേണ്ടി.
ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പുതിനയിലയും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ദം ചെയ്യാൻ വെക്കാം. നമ്മുടെ ബിരിയാണി റെഡിയായി. കർണാടക ദം ബിരിയാണി റെഡിയായി. നമ്മളിപ്പം കുറച്ച് കിസ്മസും അണ്ടിപ്പരിപ്പും വറുത്തിട്ടിട്ടുണ്ട്. മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 45 മിനിറ്റ് കൊണ്ട് ഒരു ബിരിയാണി റെഡിയായി. ഇനി നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ അടിയിൽ നമ്മുടെ ചിക്കൻ ഉണ്ട്. അത് ദമ്മാണ്. അത് ഇളക്കുമ്പോൾ പൊടിയാണ്ട് നമ്മൾ ഇളക്കിയെടുത്താൽ മതി. സേഫായിട്ട് സെർവ് ചെയ്യുക. ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്. അധികം ചേരുവകളൊന്നുമില്ല, അധികം മസാലകളില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സി യു. കുഴപ്പമില്ല, റൈസൊക്കെ നന്നായിട്ട് വെന്തു. നിങ്ങൾ നോക്ക്, നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല കളർഫുള്ളാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കളർഫുള്ളാണ്.